പിറ്റേന്ന് ആരും അറിയാതെ അതിരാവിലെ തന്നെ അശോകനും ആദിയും അഗസ്ത്യവനത്തിലേക്ക് പുറപ്പെട്ടു. കാറിലേക്ക് കയറുന്നതിന് മുൻപേ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനും മറന്നില്ല. തറവാട്ടിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂറോളം യാത്രയുണ്ട് ആ വനത്തിലേക്ക്. ഹൈറേഞ്ച് പ്രദേശമാണ് അത്. അധികം ആരും അവിടേക്ക് പോകാത്തതുകൊണ്ടും ആൾതാമസമില്ലാത്തതുകൊണ്ടും വാഹനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. 1.5 മണിക്കൂറോളം പിന്നിട്ടതും പിന്നെ ആൾ സഞ്ചാരമൊക്കെ കുറഞ്ഞു തുടങ്ങി. അതോടൊപ്പം അവർ ഹൈറേഞ്ചും കയറി. ചെറുതും വലുതുമായ വൻമരങ്ങളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടം. അതിന് നടുവിലായി ചെറിയൊരു മണ്ണിട്ട റോഡ്. ആദി, നീ ആ സൈഡിലേക്ക് കാർ ഒതുക്കി നിർത്ത്. അശോകൻ അതും പറഞ്ഞ് നേരെ ഇരുന്നതും ആദി അയാളെ ഒന്ന് നോക്കി. എന്താ അങ്കിൾ, സ്ഥലമെത്തിയോ? ഏയ് ഇല്ലടാ, ഇനി അങ്ങോട്ട് കാർ കൊണ്ടു പോകുന്നത് റിസ്ക് ആണ്. നമുക്ക് നടക്കാം, അതാ സേഫ്. അത് കേട്ട് ആദി കാർ സൈഡിലായി ഒതുക്കി നിർത്തുമ്പോൾ അശോക് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവന് പിറകെ ആദിയും ഇറങ്ങി കാർ ലോക്ക് ചെയ്തു. ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ അങ്കിൾ. ആദി അത് പറയുമ്പോൾ തന്നെ പെട്ടെന്നൊരു വെള്ളരിപ്രാവ് അവർക്ക് മുന്നിലായി പറന്നു വന്നിരുന്നു. അത് കണ്ട് ആദി അശോകനെ ഒന്ന് നോക്കി. യോഗീശ്വരന്റെ സേവകയാണ്. നമ്മുടെ വരവറിഞ്ഞുള്ള വരവാകണം. അത് കേട്ട് ആദി അത്ഭുതത്തോടെ അതിനെ നോക്കും മുന്നേ അത് വീണ്ടും അതിവേഗത്തിൽ പറന്ന് എങ്ങോട്ടെന്നില്ലാതെ പോയി. നമ്മുടെ വരവ് ഇതിനോടകം യോഗീശ്വരൻ അറിഞ്ഞു കാണണം. നീ വാ, നമുക്ക് മുന്നിൽ സമയമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ ആദിയും വേഗം അയാൾക്ക് പിന്നാലെ പോയി. ചെറിയ മണ്ണിട്ട റോഡ് അവസാനിച്ചതും ആ വനത്തിന്റെ ആരംഭമായിരുന്നു. മരങ്ങളും വള്ളിച്ചെടികളും വടവൃക്ഷങ്ങളും കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കൊടും വനം. ഉള്ളിലേക്ക് പോകുന്തോറും വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി തോന്നി ആദിക്ക്. അങ്കിൾ, വഴിയെങ്ങാനും തെറ്റിയോ? കണ്ടിട്ട് ഇതിന്റെ ഉള്ളിലൊന്നും ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവൻ നടക്കുന്നതിന്റെ ഇടയിലായി ഒരു സംശയത്തോടെ ചോദിക്കുമ്പോൾ അശോക് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആദിക്ക് ഇതിനോടകം തന്നെ നല്ല ഭയം വന്ന് മൂടിയിരുന്നു. കാരണം ഭയപ്പെടുത്തുന്ന ഇരുട്ടും എവിടെ നിന്നൊക്കെയോ കേൾക്കുന്ന പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദവും ചെറുതായി വീശിയടിക്കുന്ന കാറ്റും കാടിന്റെ ഭീകരതയെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു. ഉള്ളിലേക്ക് നടക്കുന്തോറും മൃഗങ്ങളുടെ ശബ്ദവും ചീവീടുകളുടെ ശബ്ദവും ഇരട്ടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവർക്ക് മുന്നിലൂടെ വാവലുകൾ ചിന്നിച്ചിതറുമ്പോൾ ആദിയും അശോകനും വല്ലാത്തൊരു ഭയത്തോടെ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി. അതിന്റെ വിറപ്പിക്കുന്ന ശബ്ദം കൂടെ ആയതും ആദിക്ക് തന്റെ ധൈര്യം നഷ്ടമാകുന്നത് പോലെ തോന്നി. അങ്കിൾ, നമുക്ക് പോകാം. എനിക്ക് ഇനി ഒരടി മുന്നോട്ട് നടക്കാൻ വയ്യ. എത്ര നേരമായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്? അങ്കിളിന് സ്ഥലം മാറിപ്പോയി എന്നാ എനിക്ക് തോന്നുന്നത്. കുറേ മൃഗങ്ങളല്ലാതെ ഈ കാട്ടിലെങ്ങും ആരുമില്ല. അതിന്റെ മുന്നിൽ പോയി ചാടി സ്വയം ജീവൻ കളയാൻ നിൽക്കാതെ നമുക്ക് പോകാം അങ്കിൾ, പ്ലീസ്. അത് കേട്ട് ഒന്നും മിണ്ടാതെ അശോക് ഒന്ന് ചുറ്റും നോക്കി. ഒരു നിമിഷം തനിക്ക് വന്ന വഴി തെറ്റിപ്പോയോ എന്നയാൾ സ്വയം സങ്കോചപ്പെട്ടു. പെട്ടെന്നാണ് അല്പം അകലെ നിന്ന് ഉച്ചത്തിലുള്ള കുരവയിടുന്ന ശബ്ദവും മണിനാദവും അവർ കേൾക്കുന്നത്. അത് കേട്ട് ആദി ഞെട്ടിക്കൊണ്ട് അവിടേക്ക് നോക്കിയെങ്കിൽ അശോകന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നമ്മൾ ശരിയായ ഇടത്തേക്ക് തന്നെയാണ് ആദി വന്നുപെട്ടത്. നമുക്ക് വഴിതെറ്റിയാലും യോഗീശ്വരന് വഴിതെറ്റില്ല. ദേ നോക്ക്. അയാൾ മുകളിലേക്ക് കൈ ചൂണ്ടി പറയുമ്പോൾ ആദി അവിടേക്ക് നോക്കി. അവിടെ ഒരു മരച്ചില്ലയിലിരിക്കുന്ന തങ്ങൾ കുറച്ചു മുന്നേ കണ്ട വെള്ളരിപ്രാവിനെ കണ്ട് ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഇവരെ ഒന്ന് നോക്കിക്കൊണ്ട് അത് മുന്നോട്ട് പറന്നു പോകുമ്പോൾ അശോക് വേഗം അവന്റെ കൈയും പിടിച്ച് മുന്നോട്ട് പോയി. നടന്ന് നടന്ന് ഒടുവിൽ അവർ എത്തിച്ചേർന്നത് ഒരു വലിയ ഗുഹയ്ക്ക് മുന്നിലാണ്. അതിന്റെ ഇരുവശത്തുമായി പന്തം കൊളുത്തി വെച്ചിട്ടുണ്ട്. കുങ്കുമം കൊണ്ട് എന്തൊക്കെയോ വരച്ചിട്ടുമുണ്ട്. അങ്കിൾ, നീ ഭയപ്പെടേണ്ട ആദി, ഞാനില്ലേ കൂടെ. നീ ധൈര്യമായി വാ. അശോക് അടുത്തേക്ക് കയറുമ്പോൾ ആദി അല്പം ഭയത്തോടെയാണെങ്കിലും അയാൾക്ക് പിന്നാലെ കയറി. ഉള്ളിലേക്ക് നടക്കുന്നതിന്റെ സൈഡിലായി കിടക്കുന്ന എല്ല് കഷ്ണങ്ങളും ഹാരവും മാലയും പൂക്കളും ഒക്കെ കണ്ട് ആദി കണ്ണുകൾ അടച്ചു തുറന്നു. പെട്ടെന്ന് അശോക് ഒന്ന് നിന്നതും ആദി അയാൾക്ക് മുന്നിലേക്ക് നോക്കി. 2-3 ആൾക്കാർ അവർക്ക് തടസ്സം തീർത്തിരിക്കുകയാണ്. നീങ്കയാര്? അതിൽ ഒരുവൻ ദേഷ്യത്തോടെ ചോദിച്ചു തീർന്നതും അകത്തു നിന്ന് മറ്റൊരു വിറപ്പിക്കുന്ന ശബ്ദം കേട്ടതും ഒന്നിച്ചായിരുന്നു. ഏവരും ഒരു നിമിഷം ഞെട്ടിവിറച്ചു. ഏയ്, അവങ്ങളെ വിടുങ്കോ. അകത്തുനിന്ന് ഒരാൾ വേഗത്തിൽ ഓടി വന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അവർക്ക് മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. അശോക് ആദിയെയും കൊണ്ട് മുന്നോട്ടു പോയി. ഉള്ള പോങ്കോ. അനുവാദം കിട്ടിയതും അവർ ഇരുവരും അകത്തേക്ക് കയറി. ഒരു നിമിഷം ആദി ഒന്ന് വിറച്ചുപോയി. അരണ്ട വെളിച്ചം മാത്രം. ചുറ്റും ഒന്നും വ്യക്തമായി കാണാൻ പോലും സാധിക്കുന്നില്ല. ആകെ ഒരു മൂടൽ പോലെ. അവന്റെ കണ്ണുകൾ ചുറ്റും പരതി. മുന്നിൽ ഒരു വലിയ കാളിയുടെ കൽപ്രതിമ. അതിൽ കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഹാരവും പൂക്കളും അർപ്പിച്ച് അതിന് കീഴിലായി കുറെ തലയോട്ടികളും ഒരു ഉരുളിയിൽ ചുവപ്പ് വെള്ളവും. മനമടുപ്പിക്കുന്ന ഗന്ധമായിരുന്നു അവിടെ എങ്ങ് നിറഞ്ഞു നിന്നത്. വല്ലാത്തൊരു അസ്വസ്ഥത വന്ന് നിറഞ്ഞു ആദിയിൽ. അതോടൊപ്പം എന്തെന്നില്ലാത്ത ഭയവും. യോഗീശ്വരൻ.
അശോക് ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് ഉറക്കെ വിളിക്കുമ്പോൾ ആദിക്ക് തൻ്റെ പിന്നിലായി ആരോ നിൽക്കും പോലെ തോന്നി. അവൻ ഉമിനീർ ഇറക്കിക്കൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഒരു വേള തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ വിറച്ചുപോയി. കൈകാലുകൾ മരവിച്ചതുപോലെ ഉറഞ്ഞു നിന്നു. രാത്രി എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് പോയതും ശിവ കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷം ഭക്ഷണവും കഴിച്ച് അടുക്കള ഒതുക്കി പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ കാണുന്നത് ഹാളിലേക്ക് പോകും മുന്നേ എന്തോ ഓരോ തോന്നലിൽ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം ശിവ കണ്ടു തുറന്നു കിടക്കുന്ന പിൻവശത്തെ വാതിൽ. ഞാനിത് അടച്ചതാണല്ലോ, പിന്നെ ഇത് ഇപ്പൊ ആരാ തുറന്നേ? ശിവ എന്തോ ഓർത്തുകൊണ്ട് മെല്ലെ അവിടേക്ക് നടന്നു. ഇനിയിപ്പോ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയോ? തുറന്നു കിടക്കുന്ന വാതിൽ പിടിച്ചുകൊണ്ട് അവൾ തല മാത്രമിട്ട് പുറത്തേക്ക് നോക്കി. പിന്നെ ഒരു സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി. ഇരുട്ടായതുകൊണ്ട് അവൾക്കൊന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. ചെറിയ ഒരു ഭയം തോന്നിയെങ്കിലും ശിവ വേഗം അകത്തേക്ക് കയറാൻ ഒരുങ്ങവേ കാതിലേക്ക് തുളഞ്ഞു കയറിയ ആ കരച്ചിലിന്റെ സ്വരത്തിൽ അവൾ ഒരു ഞെട്ടലോടെ നിന്നുപോയി. അതിവേഗത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് മുന്നിൽ ഇരുട്ടല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഈശ്വര, എന്ത് ശബ്ദമാ ഇപ്പൊ കേട്ടത്? നിനക്ക് തോന്നിയതാണോ? ശബ്ദം കേട്ട ഇടത്തേക്ക് പോയി നോക്കണം എന്നുണ്ടെങ്കിലും ശരീരത്തിൽ ബാധിക്കുന്ന ഭയം കാരണം അവൾക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ത്രിലോകിന്റെ മുഖം മനസ്സിൽ തെളിയവേ അവൾ വേഗത്തിൽ അകത്തേക്ക് കയറാൻ വലങ്കാൽ ചലിച്ചതും പുറകിൽ നിന്നൊരു കൈ വന്ന് അവളുടെ വായ് അമർത്തി പൊത്തിയതും ഒന്നിച്ചായിരുന്നു. ശിവ ഭയം കൊണ്ട് പൂങ്കുല പോലെ വിളച്ചുപോയി. കണ്ണുകൾ പരമീലിനെ പോലെ ചുറ്റും പാഞ്ഞു. ശിവ! പെട്ടെന്ന് ചെവിക്ക് പിന്നിലായി ത്രിലോകിന്റെ ശബ്ദം പതിയുമ്പോൾ അത് തന്റെ നന്ദേട്ടനാണെന്ന അറിവിൽ അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ആരെ ഉണ്ടാക്കാനാടി പുല്ലേ നിന്നെ ഇപ്പോൾ ഈ ഇരുട്ടത്തേക്ക് കെട്ടിയെടുത്തത്? നീ ആരാ, ഝാൻസി റാണിയോ, രാത്രി അഭ്യാസം കാണിക്കാൻ? ത്രിലോക് നിമിഷ നേരം കൊണ്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ശബ്ദമുയർത്തുമ്പോൾ അവളൊന്ന് കിടുങ്ങി. എന്നാൽ അനുനിമിഷം കൊണ്ട് അവന്റെ നെറ്റിയിലെ മുറിവിലേക്ക് കണ്ണുകൾ പായുമ്പോൾ ശിവ ഞെട്ടിപ്പോയി. നന്ദേട്ടാ, എന്താ പറ്റിയേ? അയ്യോ ഈശ്വര, ദേ നിർത്താതെ ചോര വരുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് തന്റെ ദാവണി ഷോൾ പിടിച്ച് അവന്റെ മുറിവിൽ നിന്ന് ഒഴുകുന്ന ചോര ഒപ്പിക്കൊടുത്തു. ത്രിലോക് ഒന്നും മിണ്ടാതെ അവൾക്കായി നിന്നുകൊടുത്തുവെങ്കിലും വേദനയിൽ അവന്റെ കണ്ണുകൾ ചുളിയുന്നുണ്ടായിരുന്നു. ശിവ, നീ അകത്തേക്ക് പൊക്കോ, ഞാൻ വരാം. ഇല്ല, നന്ദേട്ടനും കൂടെ വാ. ഇല്ലാതെ ഞാൻ പോകില്ല. അവൾ കരഞ്ഞുകൊണ്ട് വാശി പിടിക്കുമ്പോൾ ത്രിലോക് അവളെ കലിയോടെ ഒന്ന് നോക്കി. നിന്നോട് കയറിപ്പോകാനല്ലേ പറഞ്ഞത്? കയറിപ്പോടി അകത്ത്. അവൻ ദേഷ്യം കൊണ്ട് അലറുമ്പോൾ ശിവ നിറകണ്ണുകളോടെ അകത്തേക്ക് കയറിപ്പോയി. അവൾ പോയെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ത്രിലോക് തിരിഞ്ഞു നടന്നു. നിലത്ത് അവശത പൂണ്ടു കിടക്കുന്നവരെയൊക്കെ പൊക്കിയെടുത്ത് അവൻ റോഡിൽ കിടന്ന കാറിൽ കൊണ്ടിട്ടു. ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നവനെ വലിച്ചു പുറത്തേക്കിട്ടു. ഇനിയും നീയൊക്കെ അവൾക്കായി ഒരിക്കൽ കൂടെ ഇവിടേക്ക് വന്നാൽ ഇതുപോലെ ആവില്ല തിരിച്ചുപോക്ക്. ചിതയിൽ വെച്ച് കത്തിക്കാൻ അസ്ഥി പോലും ബാക്കി വെക്കില്ല ഞാൻ. അവൾക്ക് ചുറ്റും ഒരു അഗ്നിവീര്യം തീർത്ത് ഈ ഞാനുണ്ടാവും. അവളുടെ നിഴലിലെങ്കിലും നിനക്കൊക്കെ ഒന്ന് തൊഴണമെങ്കിൽ ആദ്യം ഈ ത്രിലോകനാഥിനെ തെക്കോട്ടെടുക്കണം എന്ന് പോയി പറഞ്ഞേക്ക് നിന്റെ മറ്റവനോട്. അത്രയും പറഞ്ഞ് ഉടുത്തിരുന്ന മുണ്ടു മടക്കി കുത്തി ഷർട്ടിന്റെ കൈ മുകളിലേക്ക് തെരുത്ത് കയറ്റി നടന്നു പോകുന്ന ത്രിലോകിനെ കണ്ട് അയാൾ ഉമിനീര് പോലും ഇറക്കാൻ കഴിയാതെ നിന്നുപോയി. ത്രിലോകിന്റെ വഴക്കം കേട്ട് റൂമിലേക്ക് വന്നിട്ടും ആകെ ഭയഭ്രാന്തമായി നടക്കുകയാണ് ശിവ. പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിലും അവന്റെ സ്വഭാവം അറിയാവുന്നത് തന്നെ അവൾ അതിന് മുതിർന്നില്ല. പെട്ടെന്ന് അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് ത്രിലോക് അകത്തേക്ക് വന്നതും ശിവ ബെഡിൽ നിന്ന് വേഗം എഴുന്നേറ്റു. എന്നാൽ ത്രിലോക് അവളെ ശ്രദ്ധിക്കാതെ ബെഡിന്റെ മറു സൈഡിൽ പോയിരുന്നതും ശിവ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് വന്നു. എന്താ? തനിക്ക് മുന്നിൽ നിൽക്കുന്നവളെ നോക്കി അവൻ ഗൗരവത്തോടെ ഒരു പുരികമുയർത്തി ചോദിച്ചു. അത് പിന്നെ മരുന്നിൽ മുറിവ് വെക്കണ്ടേ? എന്ത്? അവളുടെ തലതിരിച്ചുള്ള പറച്ചിൽ കേൾക്കെ ത്രിലോക് ആകെ കിളിപ്പോയതുപോലെ നോക്കി. അല്ല, മുറിവിൽ മരുന്ന് വെക്കണ്ടേ എന്ന്. ആര്? ഞാൻ വെക്കണോ? അത് കേൾക്കെ ശിവ ഒരു നിമിഷം അവനെ നോക്കി. പെട്ടെന്നാണ് അവൻ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായത്. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവൾ പുറത്തേക്ക് പാഞ്ഞു. ത്രിലോക് അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് വിയർപ്പിൽ കുതിർന്ന തന്റെ ഷർട്ട് അഴിച്ചു മാറ്റി നിലത്തേക്കിട്ടു. ഉലഞ്ഞുകിടന്ന മുടിയാകെ പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് അവൻ ഹെഡ്ബോർഡിലേക്ക് ചാഞ്ഞിരുന്നു. അപ്പോഴേക്കും ശിവ തിരികെ വന്നിരുന്നു. ഹെഡ്ബോർഡിൽ കണ്ണുകൾ അടച്ച് ചാരിയിരിക്കുന്ന ത്രിലോകിനെ കണ്ട് അവൾ മെല്ലെ ഡോർ അടച്ച് അവന്റെ അടുത്തേക്ക് പോയി. കയ്യിലിരുന്ന ബോക്സ് ബെഡിലേക്ക് വെച്ചുകൊണ്ട് അവൾ അല്പം കോട്ടൺ എടുത്ത് ഡെറ്റോൾ പുരട്ടി അവന്റെ നെറ്റിയിലെ മുറിവ് തുടയ്ക്കാൻ തുടങ്ങി. ഡി! ഉള്ളിലേക്ക് കുത്തികയറുന്ന നീറ്റലിൽ അവൻ അലറിക്കൊണ്ട് അവളെ പിറകിലേക്ക് തള്ളിമാറ്റിക്കൊണ്ട് ചിറഞ്ഞൊന്ന് നോക്കി. അതേ, നോക്കി പേടിപ്പിക്കേണ്ട. ഡെറ്റോളാണ്, അല്പം വേദനയൊക്കെ കാണും. കുഞ്ഞാവ ഒന്നും അല്ലല്ലോ. ദേ, മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുന്നതാണ് നല്ലത്. ഇടുപ്പിൽ ദാവണി തുമ്പെടുത്ത് കുത്തി
അവൾ കണ്ണുകൾ കൂർപ്പിച്ച് പറയുമ്പോൾ ത്രിലോക് അവളെ കണ്ണുമിഴിച്ച് നോക്കി. മിണ്ടാപ്പൂച്ചയ്ക്ക് നാവോ? ഉള്ളിലായി അവൻ അവനോട് തന്നെ ചോദിക്കാതെ ഇരുന്നില്ല. ശിവ വീണ്ടും ആ കോട്ടൺ കൊണ്ട് മുറിവ് തുടയ്ക്കാൻ തുടങ്ങി. വേദന കൊണ്ട് ത്രിലോക് കണ്ണുകൾ അമർത്തി അടച്ചതും ശിവ വേഗം മറുകൈ അവൻ്റെ നെറ്റിയിലെ മുടി മാറ്റിക്കൊണ്ട് മെല്ലെ ആ മുറിവിൽ ഊതിക്കൊടുത്തു. ഒരു നിമിഷം ആ നിശ്വാസം അറിഞ്ഞതുപോലെ ത്രിലോക് പെടുന്നതിനെ തൻ്റെ മിഴികൾ വലിച്ചു തുറന്നു. ശിവ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അത്രയും അടുത്ത് ആ ഇരുമുഖങ്ങൾ വന്നതും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞുപോയി. പീലികളാൽ നിറഞ്ഞ അവൻ്റെ മിഴികളും കരിമഷി പടർന്ന അവളുടെ കണ്ണുകളും തമ്മിൽ കിന്നരിക്കുമ്പോൾ ഇരു ഹൃദയങ്ങളും എന്തോ മൊഴിയുന്നുണ്ടായിരുന്നു. ശിവ വേഗം അവനിൽ നിന്ന് നോട്ടം മാറ്റി മുറിവ് നന്നായി തുടച്ച ശേഷം അല്പം മരുന്നെടുത്ത് അതിൽ വെച്ചു കൊടുത്തു. അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ചെറിയ പോറലിലും അവൾ മെല്ലെ മരുന്ന് തേച്ചു. ശേഷം അകന്നു മാറാനൊരുങ്ങിയതും ത്രിലോക് അവളെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. ഞെട്ടലോടെ അവനെ നോക്കവേ തൻ്റെ മുഖത്ത് തന്നെ ഉറച്ചു നിൽക്കുന്ന ആ കണ്ണുകൾ കാണുകെ അവൾ ഒന്ന് പിടഞ്ഞുപോയി. നന്ദേട്ടാ, കൈ മാറ്റിക്കേ, ഞാൻ പൊയ്ക്കോട്ടെ? എവിടേക്കാ ശിവ? നീ ആഗ്രഹിക്കുന്നത് എന്നോടൊപ്പം ഇരിക്കാനല്ലേ? പിന്നെ നിനക്കെവിടേക്കാ പോകേണ്ടത്? അതോ എന്നോടുള്ള നിന്റെ പ്രണയം ത്രിലോക് ബാക്കി പറയും മുന്നേ ശിവ നിറകണ്ണുകളോടെ അവൻ്റെ വായ പൊത്തി. ത്രിലോകിനോടുള്ള ശിവതയുടെ പ്രണയം അവസാനിക്കണമെങ്കിൽ അത് ശിവതയുടെ മരണം കൊണ്ടാകും നന്ദേട്ടാ. കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും ഉറച്ചതായിരുന്നു അവളുടെ വാക്കുകൾ. അവളെ നോക്കിയിരുന്നതല്ലാതെ ത്രിലോക് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രായത്തിൻ്റെ എടുത്തുചാട്ടമാണോ ഈ വാക്കുകൾ? അതോ എന്നോടുള്ള ഭ്രാന്തമായ പ്രണയമോ? എന്തു തന്നെയായാലും എൻ്റെ സ്ഥാനത്ത് ഇവൾക്ക് ഇനി മറ്റൊരാളെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ശിവതയുടെ ജീവിതം പോലും ഇപ്പോൾ എന്നിലാണ്. തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ അവളുടെ ആത്മാവിൽ പോലും അലിഞ്ഞുപോയി ഞാൻ. അതുകൊണ്ടാണല്ലോ ഇവൾ എനിക്കായി സ്വയം മരണക്കുഴിയിലേക്ക് എടുത്തു ചാടാൻ ഒരുങ്ങുന്നത്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും കഴിയില്ല ഇപ്പോൾ തിരികെ സ്നേഹിക്കാൻ. എപ്പോൾ വേണോ എന്ത് സംഭവിക്കാം. ഒരു പക്ഷേ രണ്ടാളിൽ ഒരാളുടെ മരണം പോലും. എൻ്റെ വിധവാപട്ടം അലങ്കരിക്കുന്നതിനോട് യോജിപ്പില്ലെങ്കിലും കൂടെയുള്ള നാൾ അത്രയും ഇവൾക്കൊരു കാവലായി ഞാനുണ്ടാകും. ഞാൻ കാരണം ഒരു വേദന അതവൾക്ക് ഇനി വേണ്ട. നന്ദേട്ടാ, ശിവയുടെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. ശിവ, നാളെ കാവിലേക്ക് പോകുമ്പോൾ എന്നെയും വിളിക്കണം. രാത്രി ഒറ്റയ്ക്ക് പോകേണ്ട നീ. അത് കേൾക്കെ അവൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താണീ നോക്കുന്നേ? നിന്നോട് ഒട്ടി നടക്കാനുള്ള കൊതി കൊണ്ടൊന്നല്ല. എന്തെങ്കിലും കണ്ട് പേടിച്ച് അവിടെ എങ്ങാനും കറങ്ങി വീണാൽ ഞാൻ തന്നെ വരണം തൂക്കിക്കൊണ്ടിങ്ങ് വരാൻ. അവൻ കണ്ണുരുട്ടി പറയുമ്പോൾ ശിവ അവൻ്റെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റു. അതേ, എൻ്റെ യക്ഷിയമ്മ കുടികൊള്ളുന്ന കാവാണത്. നിനക്ക് അവിടെ പോകാൻ ആരുടെയും കൂട്ടുവേണ്ട. എന്നെ കാക്കാൻ എൻ്റെ യക്ഷിയമ്മ ഉണ്ട്. പിന്നെ ഒട്ടി നടക്കാൻ താല്പര്യമില്ലാത്ത സാർ ഒട്ടും വരണ്ടാട്ടോ. അവൾ നീരസത്തോടെ അതും പറഞ്ഞുകൊണ്ട് നീങ്ങിപ്പോകാൻ നിന്നതും ത്രിലോക് വേഗം അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. ഡി, കൂടുതൽ തിളക്കല്ലേ നീ? ഒന്ന് അടങ്ങ് എൻ്റെ മോള്. ഞാനൊന്ന് താഴ്ന്നു തരുമ്പോൾ എൻ്റെ തലയിൽ കയറിയാൽ ഉണ്ടല്ലോ, കാലേ വാരി നിലത്തടിക്കും ഞാൻ, പറഞ്ഞേക്കാം. ത്രിലോക് അവൾക്ക് നേരെ അലറുമ്പോൾ ശിവ ഒന്ന് ഭയന്നു. അവളുടെ കണ്ണുകൾ പകപ്പോടെ അവനിൽ ഉറച്ചു നിന്നു. പിന്നെ നിന്നോട് ഒട്ടി നടക്കാൻ താല്പര്യമില്ലെങ്കിലും പറയാതെ വയ്യ ശിവ. നിന്റെ ഈ വേഷം നൈസാണ് കേട്ടോ. ഈ തെളിഞ്ഞു കാണുന്ന അരക്കെട്ടൊക്കെ കണ്ടിരിക്കാൻ ഉള്ളൊരു ടെൻഡൻസിയാണ് എനിക്ക്. ധാവണി മാറിക്കിടക്കുന്ന അവളുടെ അരക്കെട്ടിൽ ഒന്ന് നോക്കി ചുണ്ട് കടിച്ചുകൊണ്ട് അവൻ വല്ലാത്തൊരു ശബ്ദത്തിൽ പറയുമ്പോൾ ശിവ നിന്ന നിൽപ്പിൽ ഒന്ന് വിറച്ചുപോയി. ത്രിലോക് അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അല്പം നീങ്ങി ബെഡിൽ മലർന്നു കിടന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവ വേഗം ബെഡിൻ്റെ മറു സൈഡിലായി വന്നു കിടന്നു കണ്ണുകൾ അടച്ചു.